നീ ഇപ്പൊ ഇവിടെ വന്ന തന്നെ ഞങ്ങൾക്കൊരു ശല്യോ? ഇതിനേക്കാൾ വലിയൊരു സമാധാനക്കേട് എന്തുണ്ടാവാനാ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇവിടെ നിന്നൊന്ന് പോയി തരണം പ്ലീസ് മോനെ. വേദാന്ത്, അവരെല്ലാരും എത്തിക്കഴിഞ്ഞു. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് ഈ കല്യാണം മുടക്കാന്ന് വിചാരിക്കണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്, അത് മറക്കണ്ട നീ. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നോ? വളരെ സുഖമായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത്ര നേരം നിങ്ങളെ ആരെയും കാണാത്തതുകൊണ്ട് ഇനി വഴി തെറ്റി കാണുമെന്ന് വിചാരിച്ച് ഫോൺ ചെയ്യാൻ തുടങ്ങുമായിരുന്നു ഞങ്ങള്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമസ്കാരം. ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അല്ല അമ്മേ, ഇവരെ പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത്? അകത്തോട്ട് കയറിയിരിക്കാൻ പറയൂ. എല്ലാരും വീട്ടിലേക്ക് കയറിയിരുന്നട്ടെ. വരൂ. വരണം സാർ, രാഹുകാലം തുടങ്ങാനായി. ചടങ്ങ് തുടങ്ങണ്ടേ? വരൂ, കയറിയിരിക്കൂ. വരൂ വരൂ വരൂ. അമ്മ ചേച്ചി, എടി അമ്മ ചേച്ചി, എന്താടി നിന്റെ കാമുകന്റെ തലയിൽ രാവിലെ തേങ്ങ വീണോ? എന്താ കാര്യം? നീ എന്താ അങ്ങനെ ചോദിച്ചേ? വെറുതെ കളിയാക്കിയല്ലോ. ഹലോ, അവിടെ നടക്കുന്ന കണ്ടാലേ നിനക്കും അതേ ഡൗട്ട് തന്നെ തോന്നും. ഞാൻ കളിയാക്കിയതൊന്നും അല്ല. ശരി, കാര്യം എന്താണെന്ന് പറ. വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ആരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരൊക്കെ എത്തിക്കഴിഞ്ഞു. അവര് വരുന്നത് രണ്ടാമത്തെ കാര്യം. ഈ വേദാന്തേട്ടന്റെ കാര്യം എനിക്കൊന്നും മനസ്സിലാവാതെ. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നിന്നുകൊണ്ട് നിന്നെ കാണാൻ വന്ന ചെക്കനെ വീട്ടുകാരെ സ്വീകരിക്കുക വേദാന്തേട്ടൻ. എന്ത്? കയ്യിലെ സ്നേഹത്തോടെ സ്വാഗതം എന്ന ബോർഡിന്റെ കുറവേ ഉള്ളൂ. ദേഷ്യക്കാരനാ ബഹളം ഉണ്ടാക്കുന്ന നീയല്ലേ ബിൽഡപ്പ് കൊടുത്തത്. അതെല്ലാം വിശ്വസിച്ചോണ്ട് ചേട്ടനെല്ലാം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിരുന്നാലേ നാളെ തന്നെ ആ ചെറുക്കൻ നിന്നെ കെട്ടിക്കൊണ്ടുപോകും. പിന്നെ രണ്ടുപേർക്കും ബൈ ബൈ പറയാം. ഈ റൗഡി ബേബിയോട് കള്ളം പറഞ്ഞാലേ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാലോ നിനക്ക്. വെറുതെ തോന്നിവാസം വിളിച്ച് പറയരുത്. നീ പറയുന്ന സത്യമാണോ അതിഥി? അവിടെ നടന്നതൊക്കെ നിന്നെ വിളിച്ച് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അതൊക്കെ നേരിട്ട് കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. എന്റെ പൊന്നേച്ചി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ സമാധാനമായിട്ട് ഇരിക്കുന്ന എന്നോട് പറഞ്ഞത്. ആ ധൈര്യത്തിലായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നത്. പക്ഷെ ഈ സമയത്ത് അവനിങ്ങനെ വിയേഡായിട്ടൊക്കെ പെരുമാറുമെന്ന് ഞാൻ എങ്ങനെ അറിയാൻ അതിഥി? അങ്ങനെയാണെങ്കിൽ സൈലന്റ് ആയിട്ട് വേദാന്തമായിട്ട് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ? ഒരു ഐഡിയയും കാണില്ല. അവസാന നിമിഷം എല്ലാവരുടെ മുന്നിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയൊന്നും അവനില്ല. എന്താണെങ്കിലും ശരി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മുഖത്ത് നോക്കി പറയും. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വേദാന്ത് ഒന്നും സംസാരിക്കാതെ ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ സുഹാസിനിക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. പലരോടും യുദ്ധം ചെയ്ത ഞാൻ ഇന്നേ കാണുന്ന നിലയിലെത്തിയത്. അങ്ങനെയുള്ള എന്നോട് ആരും കളിക്കാൻ വരണ്ട. ഈ വീട്ടിൽ ആരൊക്കെ കോംപ്രമൈസ് ചർച്ചകൾ നടത്തിയാലും ശരി, ആ പ്രമീളെ അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. എന്താന്ന് വെച്ചാ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു പണിയല്ലല്ലോ ഞാൻ അവർക്ക് കൊടുത്തത്. എന്റെ ഉന്നം പിഴച്ച ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുമായി അമൂല്യയുടെ കല്യാണം നടത്തിയാലും വേദാന്തമായി കല്യാണം നടത്തില്ലെന്ന് ആ പ്രമേള പറഞ്ഞു കഴിഞ്ഞല്ലോ. മനസ്സ് തുറന്ന് ചിരിക്കാൻ ഇതിലും നല്ല ന്യൂസ് വേറെന്താ? എന്റെ തീരുമാനങ്ങളെ ആരെങ്കിലും ധിക്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് സുഹാസിനി. ഇതിപ്പം ഞാൻ കണ്ടുപിടിച്ച ചെറുക്കനുമായിട്ടാണല്ലോ അവള് കല്യാണം കഴിക്കാൻ പോകുന്നത്. എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുകയാണെങ്കിൽ അമൂല്യയുടെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി കിട്ടുന്നത് വേദാന്ത് നോക്കി നിൽക്കേണ്ടി വരും. പക്ഷേ വേദാന്ത് ഇപ്പൊ അവിടേക്ക് പോയിരിക്കല്ലേ. എന്റെ പ്ലാൻ എന്തെങ്കിലും പൊളിയോ? ഇല്ല, വേദാന്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ സമയത്തിനുണ്ട് ചെയ്തേനെ. ഇനിയൊന്നിന് സമയമില്ലല്ലോ. ഇനി അവൻ വിചാരിച്ചാൽ പോലും ഒന്നും നടക്കില്ല. ഇനി അവനെ എനിക്ക് എന്റെ പഴയ വേദാന്താക്കി മാറ്റാം. അമൂല്യ കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ വിഷമത്തിൽ ഇനി അവൻ ഒരു പെണ്ണിന്റെ മുഖത്തും നോക്കില്ല. ഞാൻ പറയുന്നത് അനുസരിച്ച് മാത്രം അവൻ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യും.
ഞാൻ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണിയായിട്ടല്ല ജീവിക്കാൻ പോകുന്നത്. രാജപദവി തന്നെ എനിക്ക് ലഭിച്ചേക്കാം. ഇനി ഈ കാണുന്ന സാമ്രാജ്യം സുഹാസിനിയുടെ മാത്രമായിരിക്കും. വന്നാട്ടെ, എല്ലാരും ഇരിക്കൂ. ഇദ്ദേഹം എന്റെ ഭർത്താവ് മണികണ്ഠൻ. നിങ്ങൾ കാണാൻ വന്ന പെൺകുട്ടി എന്റെ രണ്ടാമത്തെ മകളാ. ദേ നിൽക്കുന്നു അമൂല്യ. ഇവിടെ നിൽക്കുന്നത് എന്റെ മൂന്നാമത്തെ മകളാ അതിഥി. ഇതാ എന്റെ ഏറ്റവും ഇളയ മകള്, അഞ്ജുന്ന് വിളിക്കും. ഈ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയാ, കണ്ണൻ എന്നാ പേര്. അപ്പൊ ഇദ്ദേഹം ആരാ? ഞാൻ ഈ വീട്ടിലെ ആള് തന്നെയാ. എന്റെ പേര് വേദാന്ത്. എന്റെ അനിയനാണ് ഇവിടുത്തെ മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ചത്. രക്ഷപ്പെട്ടു, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇനിയൊന്നും മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഇവരെല്ലാം പോകുന്നവരെ ഇവന് വാ തുറക്കാൻ സമ്മതിക്കില്ല എന്റെ ഈശ്വരാ. സാറിനെ കുറിച്ച് ആർക്കറിയാത്തത്? ഞാനാണെങ്കിൽ കുറച്ചു നാൾ മുന്നേ സാറിന്റെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. വേദാന്ത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അമൂല്യ ഇപ്പൊ തന്നെ തിരിച്ചു വരും. അവൾക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതില് കുറച്ച് നാണക്കേടുള്ളത് കൊണ്ടാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കാനുള്ള പ്രശ്നം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളും. കള്ളച്ചെറുക്ക, എനിക്ക് നിന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് നിനക്കറിയോ? ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നേ. അമ്മ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എന്റെ മനസ്സ് പറയുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇതൊക്കെ ശരിയാവൂന്ന് തന്നെയാ. ശരി, അതും ഇത് തമ്മിലിപ്പോ എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനോട് നീ ഓവർ സ്നേഹം കാണിക്കുന്നില്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കാനാ? നോക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, നിന്റെ തലയിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ അത് ആദ്യമേ എന്നോട് പറ. അല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് എന്റെ മരണത്തിന് കാരണം നീയാണെന്ന് എഴുതി വെക്കില്ല. എന്നെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? എന്നെ പോലെ ഇത്ര നല്ല സ്വഭാവമുള്ള മറ്റൊരു പെണ്ണിനെ നിനക്ക് എവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. മൈൻഡിൽ ഡബിൾ ഗെയിം കളിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. ഓ, അതുകൊണ്ടായിരുന്നോ നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം വന്നത്? ഏയ്, എന്താ അതത്ര സില്ലിയാണെന്ന് വിചാരിച്ചോ? എനിക്ക് ദേഷ്യമല്ല, വയറ് കത്തിപ്പോവാ. എന്റെ വേദാന്തം എല്ലാരോടും ഞാൻ പറയും. എന്നിട്ട് നീയോ എന്നെ കാണാൻ വന്ന ചെറുക്കനെ വീട്ടിൽ കയറ്റിയിരുത്തുന്നു. ഏയ്, നിന്റെ ലൈഫിൽ കോമഡി ക്യാരക്ടർ ആണെന്ന് ഓർത്തോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നെ? പിന്നെന്തിനാ നിന്റെ ഈ ഓവർ ആക്ടിങ്? എന്റെ മുന്നിൽ ഇപ്പൊ വേറെ ഒരു വഴിയുമില്ല മൂല്യ. നിന്നെ വേറെ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത് നിന്റെ അമ്മയാ. ഞാൻ എന്ത് പറഞ്ഞിട്ടും അമ്മയാണെങ്കിൽ കേൾക്കുന്നുമില്ല.
ഈ സിറ്റുവേഷനിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അങ്ങനെയാണോ? ഇപ്പോഴാ എനിക്കൊരു കാര്യം കൺഫേം ആയത്. ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിന്റെ പൊട്ടത്തലയില് എന്തോ ഒരു വൃത്തികെട്ട ഐഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനി എന്നെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിക്കാനാണോ ഭാവം? എന്നാ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണും. സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് എന്റെ ജീവന് തുല്യ സ്നേഹിച്ച് നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഏതോ ഒരുത്തൻ എന്നെ പെണ്ണ് കാണാൻ എന്റെ വീട്ടിലേക്ക് വരുന്നതറിഞ്ഞ് അവൻ എന്റെ വീട്ടിലേക്ക് പോലും വരാൻ സമ്മതിക്കാതെ പകുതി വഴിക്ക് തിരിച്ചു ഓടിക്കണ്ടേ? അല്ലാതെ സ്വീകരിച്ചിരുത്തി കഥ പറയുന്നോ? നമ്മൾ തമ്മിലുള്ള പ്രണയം വീട്ടിൽ അറിഞ്ഞിട്ട് ഒരുത്തനെ പെണ്ണ് കാണാനെന്നുള്ള പേരിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോ വെറുതെ വിടേണ്ട കാര്യമുണ്ടോ? അത് അങ്ങനെയൊന്നും അല്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഐ മീൻ, ഞാനിതിപ്പോ തടഞ്ഞു തന്നെ വെക്കൂ. അപ്പൊ പിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് ദേഷ്യം കൂടെ ഉള്ളൂ. പിന്നെ അവര് നിന്നെ സന്തോഷത്തോടെ എനിക്ക് തരൂ അമൂല്യ. എന്റെ കയ്യില് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അടിച്ച ചമ്മന്തിയാക്കിയാനെ. ഒരുത്തനെ മനസ്സുകൊണ്ട് ഇത്രയും സ്നേഹിച്ചിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ കല്യാണ മണ്ഡപത്തിലിരുന്ന് എല്ലാവരും കെട്ടിമേളം കെട്ടിമേളം എന്ന് വിളിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ എന്റെ അമ്മയുടെ മനസ്സ് മാറുന്ന നീ വിചാരിക്കണ്ട. അതുവരെ ഇങ്ങനെ പോകാനാണോ പ്ലാൻ? അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ കഴുതക്കുട്ടി. നീ നിർത്തുന്നേ നല്ലത്. അമ്മയും തീരുമാനം മാറ്റാതെ ഈ കല്യാണം ഉറപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടി മണ്ഡപത്തിന് 3 ചുറ്റും ചുറ്റി എല്ലാവരുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങാം. ആ കൂട്ടത്തില് നീ എന്നെ അനുഗ്രഹിക്കാൻ വരൂ. നീ കാണിക്കുന്നൊക്കെ കണ്ടിട്ട് അത് തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നേ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ പെണ്ണ് കാണലിൽ കൊണ്ടുവച്ച 3 കൂട്ടം പലഹാരം തിന്ന് റേറ്റിംഗ് പറഞ്ഞിട്ട് പോവാന്ന് നീ വിചാരിച്ചോ? അവരിപ്പോ ഒരു താമ്പൂലം കൊണ്ടുവരും. അതിന് സ്വീറ്റ്സിന്റെ പാക്കറ്റ് എന്തായാലും കാണും. അത് അപ്പൊ തന്നെ പൊട്ടിച്ച് 4 എടുത്ത് വായിലിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാനും മറക്കരുതേ. നോക്ക്, മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 1 വർഷം കഴിഞ്ഞിട്ട് എന്നെ വല്ല മാളിലോ സിനിമാ തിയേറ്ററിലോ എന്റെ ഭർത്താവിന്റെ കൂടെ കൈ പിടിച്ച് പോകുന്നത് കണ്ടാലേ അന്ന് അമൂല്യെ വിട്ടുകളയേണ്ട ആവശ്യമില്ലായിരുന്നു. അന്നേ അവനോട് സത്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കല്യാണം മുടക്കി അമ്മയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചിരുന്നെങ്കിൽ അമൂല്യ എനിക്ക് മിസ്സാവില്ലായിരുന്നു, എന്റെ കൂടെ ഉണ്ടായേനെന്ന് നീ പശ്ചാത്തപിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭ്രാന്താവാത്തത് എന്റെ ഭാഗ്യം. എന്റെ ഫോട്ടോസ്റ്റാറ്റോ ഡ്യൂപ്ലിക്കേറ്റോ ഓൾട്ടർനേറ്റോ ഈ ലോകത്ത് എവിടെയും കിട്ടാൻ പോകുന്നില്ല. മൈൻഡ് ഇറ്റ്. അമ്മു വന്നോ മോളെ? നീ പോയി കോഫി എടുത്തുണ്ടോ? ആ നിങ്ങള് വന്ന സമയം മുതല് സൈലന്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? പ്രമീള നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നേ. നന്നായി തമാശ പറയാറുണ്ടല്ലേ? തമാശയൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എന്റെ മകള് നന്നായിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കും. അവളുണ്ടാക്കുന്ന കോഫി അച്ഛന് വളരെ ഇഷ്ടം. 1 ചെമ്പ് കോഫിയൊക്കെ അച്ഛൻ കുടിക്കുന്നേ. അങ്ങനെയാണോ? എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര നന്നായിട്ട് കോഫി ഉണ്ടാക്കുമെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു ദിവസം കുറഞ്ഞത് 4 ചെമ്പ് കോഫിയെങ്കിലും ഞാൻ തന്നെ കുടിച്ചോളാം. 4 ചെമ്പാക്കുന്നതിനാ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഒരു കോഫി മെഷീനിലെ കൂടെ ഉള്ളേ. അമ്മോ, കോഫി കൊടുക്കും മോളെ. അയ്യോ, അമ്മോ, ഇവർക്ക് കോഫി എടുക്കും മോളെ.
അന്നൊരുത്തൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അറിയാതെ വേദാന്തൻ അന്ന് കോഫി കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ മനഃപൂർവ്വം തന്നെയാ കൊടുത്തത്. അയ്യോ അമ്മ ചേച്ചി, അമ്മക്ക് എന്താ കോഫി എടുത്തില്ലേ? ആ, അമ്മയ്ക്ക് ഷുഗർ കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ടാ എടുക്കാത്തെ. അമൂല്യ നല്ല കഴിവുള്ള കുട്ടിയാ. പണ്ട് പഠിക്കുന്ന കാലത്ത് ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. പുറത്ത് കാണുന്ന പോലെയൊന്നുമല്ല, വീട്ടുകാര്യങ്ങളൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടി അവള് ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന കാര്യത്തിൽ മിടിക്കുക. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലോ ഒരു മടിയും കൂടാതെ ചോദിച്ചോളൂ. അമൂല്യ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം വേദാന്തിനെയാണ്. മോളെ അമ്മു, വെറുതെ കുട്ടിക്കളിയൊന്നും കാണിക്കല്ലേ. ആ പയ്യൻ വളരെ സീരിയസ് ആയിട്ടല്ലേ നിന്നോട് ചോദിച്ചത്. വെറുതെ തമാശ പറയാനൊന്നും നിക്കല്ലേ. നിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പറ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഇന്ന് ചോദിച്ചാലും നാളെ ചോദിച്ചാലും ഒരു 10 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും എന്റെ ഒപ്പീനിയൻ മാറില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം വേദാന്തിനെയാണ്. വെറും ഇഷ്ടമല്ല, മനസ്സ് തുറന്നുള്ള പ്രണയം. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ വേദാന്തിനെ മാത്രമാണ്. ഞാനും വേദാന്തും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇതിനൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാ നിങ്ങളിപ്പോ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചേ. ഞാൻ കള്ളം പറയുന്നതല്ല, നാളെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനും വേദാന്തം തമ്മിൽ ലവ് ആണ്. അമ്മു, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരുമെന്ന് എനിക്ക് അറിയാമേ. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എന്താ പ്രമിള ഇതൊക്കെ? ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണോ? നിങ്ങളുടെ മോൾക്ക് മറ്റു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണുകാണൽ ചടങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? മാത്രമല്ല, ഇവള് പ്രണയിക്കുന്ന ചെറുക്കനെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തിയേക്കുമല്ലേ. നിങ്ങളൊന്നിരിക്കൂ. അവിടെ നിന്നിരിക്കും, ഞാൻ സംസാരിക്കാം. ഇരിക്കേ. ഇവള് പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ മകളുണ്ടല്ലോ, ഇവളിന്ന് അതിഥിയോടും നമ്മുടെ അഞ്ജുവിനോടും മാത്രമല്ല വേദാന്തിനോട് പോലും എല്ലാവരെയും പേടിപ്പിച്ച് പറ്റിക്കുവന്നേ ഇവളൊരു ചലഞ്ച് വെച്ചിരുന്നതാ. അതുകൊണ്ടാ അവൾ ഇങ്ങനൊക്കെ പറഞ്ഞത്. കുറച്ച് കുസൃതി കൂടുതലാ. ഈ സ്വഭാവം മാത്രം എനിക്ക് ആകെക്കൂടി പേടി. ഈ കുരുത്തക്കേട് മാറ്റിയ ഇവള് നല്ലൊരു കുട്ടിയാ. തനിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനേക്കാൾ നല്ല ബോൾഡാണെന്ന് ഇപ്പൊ മനസ്സിലായി. തന്റെ ഈ സ്വഭാവമില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോനെ, നീ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കിത് എന്താ പറ്റിയത്? അമ്മേ, അമ്മൂല് ഇതൊക്കെ പറഞ്ഞത് വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇവര് തമ്മിൽ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ അമൂല്യ പറയുന്നതിന് മുമ്പ് തന്നെ ഈ വേദാന്ത് പറയാതിരിക്കോ? അല്ലെങ്കിൽ അമൂല്യ ഇത് പറയുന്നത് കേട്ടിട്ട് ഈ വേദാന്ത് ഇവിടെ വെറുതെ മിണ്ടാതിരിക്കുന്ന നമുക്ക് തോന്നുന്നുണ്ടോ?
ഇവനെന്താ പൊട്ടം വല്ലതുമാണോ? ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടും ഇവൻ എന്താ മനസ്സിലാവാത്തത്? ഇവൻ പറയുന്നത് കേട്ടിട്ടും വേദാന്ത് അടങ്ങി ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുകയും ചെയ്യുന്നു. ഇനി ചടങ്ങല്ല, അതുപോലെ തന്നെ നടക്കട്ടെ. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇനി ഞങ്ങള് ഇവിടുന്ന് മാറണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ, അല്ലേ? എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കണം. ഒന്ന് സംസാരിക്കാൻ വരുമോ? അയ്യോ അതിനിപ്പോ എന്താ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്.